1897 ജനുവരി 23-ന് കട്ടക്കിലെ ഒരു സമ്പന്ന ബംഗാളി കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. 14 കുട്ടികളിൽ 9-ാമൻ, എന്നാൽ ഭാരത ചരിത്രത്തിലെ ഏറ്റവും ധീരരായ വിപ്ലവകാരികളിൽ ഒരാൾ. സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിലുള്ള ആ കുഞ്ഞ് ലോകമെമ്പാടും സഞ്ചരിക്കുകയും സാമ്രാജ്യങ്ങളെ വെല്ലുവിളിക്കുകയും മരണത്തെ അഭിമുഖീകരിക്കുകയും ഒടുവിൽ ദുരൂഹമായ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിൽ അനശ്വരനായ ഇതിഹാസമായി മാറി. അദ്ദേഹത്തിന്റെ പിതാവ് ജാനകിനാഥ് ബോസ് ഒരു പ്രശസ്തനായ അഭിഭാഷകനും ബ്രിട്ടീഷ് സർക്കാരിനോട് വിശ്വസ്തനുമായിരുന്നു. അതിന്റെ അംഗീകാരമായി അദ്ദേഹം റായ് ബഹദൂർ എന്ന പദവി സ്വീകരിച്ചു. അമ്മ പ്രഭാവതി ദേവി അടിയുടച്ച മതവിശ്വാസിയും ദയാലുവുമായിരുന്നു. സമ്പത്തും പദവിയുമുള്ള ഒരു കുടുംബത്തിലാണ് സുഭാഷ് വളർന്നത്. എന്നാൽ ഈ സുഖസമൃദ്ധിക്കിടയിലും അദ്ദേഹത്തിന്റെ ആത്മാവിൽ മറ്റെന്തോ ഒന്ന് ജ്വലിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പഠിച്ചത് പ്രൊട്ടസ്റ്റന്റ് യൂറോപ്യൻ സ്കൂളിലായിരുന്നു. ഇംഗ്ലീഷ് മാത്രമായിരുന്നു അവിടുത്തെ അധ്യയന ഭാഷ. ബ്രിട്ടീഷ് ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ വീട്ടിൽ അമ്മയിൽ നിന്ന് അദ്ദേഹം രാമായണവും മഹാഭാരതവുമാണ് കേട്ടിരുന്നത്. അത് അദ്ദേഹത്തിൽ ദേവിയോടുള്ള ഭക്തി വളർത്തി. 12-ാം വയസ്സിൽ റാവൻഷോ കോളേജിയറ്റ് സ്കൂളിൽ ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും രചനകൾ കണ്ടെത്തി. ആനന്ദമഠം വായിച്ചു. വന്ദേമാതരം ഹൃദയത്തിൽ പതിഞ്ഞു. 15-ാം വയസ്സിൽ ഒരു ആത്മീയ ഉണർവനുഭവിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും വിവേകാനന്ദന്റെയും പഠനങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഉണർവേകി. പെട്ടെന്നൊരു ദിവസം 17-ാം വയസ്സിൽ മാതാപിതാക്കളോടൊന്നും പറയാതെ ഒരു ഗുരുവിനെ തേടി ജീവിതത്തിന്റെ അർത്ഥമന്വേഷിച്ച് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി. പക്ഷെ കണ്ടെത്താനാവാതെ തിരിച്ചു വന്നു. പ്രസിഡൻസി കോളേജിൽ പഠനം തുടർന്നു. തത്വചിന്തയിൽ ആഴത്തിൽ മുഴുകി. എന്നാൽ 1916-ലെ ഒരു സംഭവം അദ്ദേഹത്തെ മാറ്റിമറിച്ചു. പ്രൊഫസർ EF ഓട്ടൻ എന്ന അധ്യാപകൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെ വംശീയമായി അവഹേളിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് സുഭാഷും മറ്റു വിദ്യാർത്ഥികളും അദ്ദേഹത്തെ ആക്രമിച്ചു. ഈ സംഭവത്തെ തുടർന്ന് സുഭാഷിനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് വിലക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ സമ്മർദ്ദത്തിനൊടുവിൽ അദ്ദേഹത്തിന് മറ്റൊരു കോളേജിൽ ചേരാൻ അനുവാദം ലഭിച്ചു. സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദം നേടി. സർവകലാശാലയിൽ 2-ാം റാങ്ക് കരസ്ഥമാക്കി. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിലേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിലേക്കും അത് നീങ്ങുകയായിരുന്നു. പിതാവിന്റെ നിർബന്ധപ്രകാരം ICS പരീക്ഷ എഴുതാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. കേംബ്രിഡ്ജിൽ പഠിച്ച് 1920-ൽ പരീക്ഷ എഴുതി 4-ാം സ്ഥാനം നേടി. അതൊരു വലിയ വിജയമായിരുന്നു. എന്നാൽ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തു. ബ്രിട്ടീഷ് സർക്കാരിനു വേണ്ടി ജോലി ചെയ്യണോ? അടിമത്തത്തിന്റെ ഉപകരണമാകണോ? സഹോദരൻ ശരത് ചന്ദ്ര ബോസിന് എഴുതിയ കത്തുകളിൽ അദ്ദേഹത്തിന്റെ മനോവേദന പ്രകടമായിരുന്നു. ഒടുവിൽ 1921 ഏപ്രിൽ 22-ന് ഇന്ത്യ സെക്രട്ടറി എഡ്വിൻ മൊണ്ടേഗുളിന് അദ്ദേഹം ഇങ്ങനെ കത്തെഴുതി: ICS പ്രവേശകന്മാരുടെ പട്ടികയിൽ നിന്ന് എന്റെ പേര് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 24 വയസ്സുള്ള യുവാവ് ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ജോലി ഉപേക്ഷിച്ചത് രാജ്യത്തിനു വേണ്ടിയായിരുന്നു. ഈ വാർത്ത കുടുംബത്തെ ഞെട്ടിച്ചു. പക്ഷേ അമ്മ അഭിമാനിച്ചു. അവരൊരു കത്തെഴുതി: ഗാന്ധിജി നിലകൊള്ളുന്ന ആദർശങ്ങളാണ് എനിക്കിഷ്ടം. ആ കത്ത് സുഭാഷ് ഒരു നിധി പോലെ സൂക്ഷിച്ചു. 1921 ജൂലൈ 16-ന് അദ്ദേഹം ബോംബെയിലെത്തി. അതേ ദിവസം തന്നെ ഗാന്ധിജിയെ കാണാൻ പോയി. ഗാന്ധിജിയോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് സ്വരാജ്? എങ്ങനെ അത് നേടും? എത്ര സമയമെടുക്കും? ഗാന്ധിജിയുടെ ഉത്തരങ്ങൾ അവ്യക്തവും പദ്ധതിക്ക് വ്യക്തതയില്ല എന്നും അദ്ദേഹത്തിന് തോന്നി. എങ്കിലും ബഹുമാനത്തോടെയാണ് അവർ പിരിഞ്ഞത്. കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹം ചിത്തരഞ്ജൻ ദാസിനെ കണ്ടുമുട്ടി. ദേശബന്ധു എന്ന സ്നേഹത്തോടെ വിളിക്കപ്പെട്ടിരുന്ന ബംഗാളിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു അദ്ദേഹം. ദാസ് സുഭാഷിന്റെ ഗുരുവായി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. ഫോർവേഡ് പത്രത്തിന്റെ പത്രാധിപരായി. കോൺഗ്രസിൽ സജീവമായി. 1921 ഡിസംബറിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. വെയിൽസ് രാജകുമാരന്റെ സന്ദർശനം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിന്. 6 മാസം ജയിലിൽ കഴിഞ്ഞു. മോചിതനായപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും ജയിൽ. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. 11 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞു. 1924-ൽ കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി.
ദാസ് മേയറും സുഭാഷ് സിഇഒമായിരുന്ന ആ കാലഘട്ടം ഒരു മികച്ച കൂട്ടുകെട്ടിന് സാക്ഷ്യം വഹിച്ചു. അവർ നഗരത്തെ രൂപാന്തരപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. എന്നാൽ അതേ വർഷം ഒക്ടോബറിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് ബർമയിലെ മണ്ഡലയിലേക്ക് നാടുകടത്തപ്പെട്ടു. 3 വർഷത്തെ ഏകാന്തവാസം അദ്ദേഹത്തെ രോഗിയാക്കി. ക്ഷയരോഗം പിടിപെട്ടു. 1927 മോചിതനാകുമ്പോൾ ശരീരം തകർന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് കൂടുതൽ ജ്വലിച്ചു. ബംഗാൾ പ്രൊവിൻഷ്യൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധിജി അഹിംസയിലും സത്യാഗ്രഹത്തിലും വിശ്വസിച്ചപ്പോൾ സുഭാഷ് ശക്തമായ നടപടികളിലും ആവശ്യമെങ്കിൽ സായുധ സമരത്തിലും വിശ്വസിച്ചു. ബ്രിട്ടീഷുകാർ നൽകുന്ന ഡൊമീനിയൻ പദവിയിൽ ഗാന്ധിജി തൃപ്തനായപ്പോൾ പൂർണ്ണ സ്വരാജ് എന്നതായിരുന്നു സുഭാഷിന്റെ ലക്ഷ്യം. 1938 ഹരിപുര സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗാന്ധിജിയുടെ ആശീർവാദത്തോടെയായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായ ആശയങ്ങളുണ്ടായിരുന്നു. ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചു. വ്യവസായവൽക്കരണത്തിന് ആഹ്വാനം ചെയ്തു. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്കായി വാദിച്ചു. ഗാന്ധിജി ഖാദി, ഗ്രാമവ്യവസായങ്ങൾ, പാരമ്പര്യ ജീവിത രീതി എന്നിവ സ്വപ്നം കണ്ടപ്പോൾ സുഭാഷ് സ്വപ്നം കണ്ടത് ആധുനികവും വ്യാവസായികവും ശക്തവുമായ ഒരു ഇന്ത്യയായിരുന്നു. 1939 ത്രിപുരി സമ്മേളനത്തിൽ അദ്ദേഹം വീണ്ടും മത്സരിച്ചു. ഗാന്ധിജി ഇതിനെ എതിർത്തു. പട്ടാഭി സീതാരാമയ്യ എന്ന വ്യക്തിയെ പിന്തുണച്ചു. എന്നാൽ വോട്ടെടുപ്പിൽ സുഭാഷ് വിജയിച്ചു. ഗാന്ധിജിയുടെ അനുയായികൾ സഹകരിക്കാൻ വിസമ്മതിച്ചതോടെ പ്രവർത്തക സമിതി ഒന്നടങ്കം രാജിവെച്ചു. ഇതോടെ സുഭാഷ് ഒറ്റപ്പെട്ടു. ആ വർഷം ഓഗസ്റ്റിൽ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഹൃദയം തകർന്നെങ്കിലും നിശ്ചയദാർഢ്യം വർദ്ധിച്ചു. അതേ വർഷം മെയ് മാസം അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു. കോൺഗ്രസിനുള്ളിലെ ഒരു ഇടതുപക്ഷ ഗ്രൂപ്പായി തന്റെ അനുയായികളെ അണിനിരത്താനായിരുന്നു ലക്ഷ്യം. കോൺഗ്രസിലെ ഇടതുപക്ഷത്തെ ഏകോപിപ്പിക്കുക, ദേശീയ വിപ്ലവത്തെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. 1940 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടനെ നിരുബന്ധനം സഹായിക്കാൻ ഗാന്ധിജി തയ്യാറായിരുന്നില്ല. സുഭാഷ് ഇതിനെ ഒരു അവസരമായാണ് കണ്ടത്. ബ്രിട്ടന്റെ ശത്രുക്കൾ ഇന്ത്യയുടെ മിത്രങ്ങളാകാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വം അദ്ദേഹം മുറുകെ പിടിച്ചു. ജൂലൈയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് വീട്ടുതടങ്കലിലായി. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. രക്ഷപ്പെടണം, വിദേശത്ത് പോകണം, സഹായം തേടണം, ആയുധങ്ങൾ നേടണം, ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച് ഇന്ത്യയെ സ്വതന്ത്രമാക്കണം എന്നതായിരുന്നു. 1941 ജനുവരി 16 ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷപ്പെടലുകളിൽ ഒന്ന് നടന്നു. എൽജിൻ റോഡിലെ അദ്ദേഹത്തിന്റെ വീട് പോലീസിന്റെ കർത്തു നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ ആഴ്ചകളായി സുഭാഷ് തന്റെ കിടപ്പിരയിൽ വിട്ടിരുന്നില്ല. ധ്യാനത്തിലും ഏകാന്തതയിലുമായിരുന്നു. താടി വളർത്തി. ആഴ്ചകൾക്ക് ശേഷം തന്റെ ഭാഗിനേയനായ ശിശിർ കുമാർ ബോസിനോട് അദ്ദേഹം പദ്ധതി വിശദീകരിച്ചു. അന്ന് രാത്രി ഏകദേശം 1:45 സുഭാഷ് ഒരു പഠാനായി വേഷം മാറി. തവിട്ടു നിറത്തിലുള്ള നീണ്ട കോട്ടും കറുത്ത തൊപ്പിയും അയഞ്ഞ പൈജാമയും ധരിച്ചു. ആർക്കും തിരിച്ചറിയാതിരിക്കാനായിരുന്നു അത്. അവസാനമായി കുടുംബാംഗങ്ങളെ നോക്കി, വാക്കുകളില്ലാതെ, കണ്ണുനീരോടെ. അദ്ദേഹം ഇനിയൊരിക്കലും മടങ്ങി വരില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കാറിൽ കയറി ശിശിർ ഡ്രൈവ് ചെയ്തു. വളരെ സാധാരണമായി തോന്നിയതിനാൽ പോലീസ് അവരെ ശ്രദ്ധിച്ചില്ല. ഹൗറ സ്റ്റേഷനിലൂടെ പോകുന്നത് അപകടമായതിനാൽ അവർ ഗോമോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന ഇൻഷുറൻസ് ഏജന്റായി വേഷം മാറി കൽക്ക മെയിലിൽ കയറി. പെഷാവറിലെത്തിയപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് മിയാൻ അക്ബർ ഷാ അദ്ദേഹത്തെ കാത്തിരുന്നു. ജനുവരി 26 പഷ്തൂ ഭാഷയെ അറിയാത്തതിനാൽ ബധിരനും മൂകനുമായി അഭിനയിച്ച് ഒരു പഷ്തൂൻ ഗോത്രവർഗക്കാരനായി വേഷം മാറി. ഭഗത് റാം തൽവാരോടൊപ്പം അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി. കാബൂളിൽ ആഴ്ചകളോളം ഒരു ഇന്ത്യൻ വ്യാപാരിയുടെ കടയിൽ ഒളിവിൽ കഴിഞ്ഞു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം അദ്ദേഹത്തെ തിരയുകയായിരുന്നു. ഓരോ നിമിഷവും അപകടം പതിഞ്ഞിരുന്നു. മാർച്ചിൽ ഇറ്റലിയുമേ എംബസിയുടെ സഹായത്തോടെ ഒർലാൻഡോ മസോട്ട എന്ന ഇറ്റാലിയൻ വ്യാപാരിയായി വേഷം മാറി കാബൂളിൽ നിന്ന് മോസ്കോയിലെത്തി. എന്നാൽ സോവിയറ്റ് യൂണിയൻ സഹകരിക്കാൻ തയ്യാറായില്ല. മോസ്കോയിൽ നിന്ന് അദ്ദേഹം നാസി ജർമ്മനിയിലെ ബെർലിനിലേക്ക് പോയി. ഏപ്രിൽ 2 ബെർലിനിലെത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി ഹിറ്റ്ലറിൽ നിന്നും നാസികളിൽ നിന്നും സഹായം തേടി. ഒരു പിശാചുമായിട്ടാണ് താൻ ഇടപെടുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ അവർക്കേ ശക്തിയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഞാൻ ചെകുത്താനുമായി പോലും കൈകോർക്കും എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ബെർലിനിൽ അദ്ദേഹം ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിച്ചു. ജർമ്മനിയിൽ തടവിനായി പിടിക്കപ്പെട്ട ഇന്ത്യൻ സൈനികരെ സംഘടിപ്പിച്ച് ഇന്ത്യൻ ലീഗ് എന്ന പേരിൽ ഒരു സേന രൂപീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഏകദേശം 3000 പേരെ അദ്ദേഹം ഇതിനായി സംഘടിപ്പിച്ചു. എന്നാൽ ഹിറ്റ്ലർ വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ യഥാർത്ഥ സുപിന്തുണൽ നൽകിയില്ല. നാസികൾ അദ്ദേഹത്തെ ഒരു പ്രചാരണ ഉപകരണം മാത്രമായി കണ്ടു.
ഇതിൽ നിരാശനായ അദ്ദേഹം ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെന്നും തിരിച്ചറിഞ്ഞു. ബെർലിനിൽ വെച്ച് അദ്ദേഹം തന്റെ സെക്രട്ടറിയായിരുന്ന എമിലി ഷെങ്കൽ എന്ന ഓസ്ട്രിയൻ വനിതയുമായി പ്രണയിക്കുകയും രഹസ്യമായി വിവാഹം കഴിക്കുകയും ചെയ്തു. 1942 അവർക്ക് അനില എന്നൊരു മകൾ ജനിച്ചു. ഈ വിവരം വർഷങ്ങളോളം ഒരു രഹസ്യമായി തുടർന്നു. 1943 ഫെബ്രുവരിയിൽ അദ്ദേഹം മറ്റൊരു നിർണായക തീരുമാനമെടുത്തു. ജർമ്മനി വിട്ട് ഏഷ്യയിലേക്ക് പോകണം, ജപ്പാനുമായി ചേർന്ന് പ്രവർത്തിക്കണം എന്നും. ഫെബ്രുവരി 8 ഒരു ജർമ്മൻ അന്തർവാഹിനിയിൽ യാത്ര തിരിച്ചു. ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി മഡഗാസ്കറിനടുത്ത് വെച്ചൊരു ജാപ്പനീസ് അന്തർവാഹിനിയിൽ മാറി യാത്ര തുടർന്നു. ഒടുവിൽ മെയ് 6 സുമത്രയിലെത്തി. 3 മാസത്തോളം നീണ്ട അതിസാഹസികമായ ഒരു യാത്രയായിരുന്നു അത്. തുടർന്ന് ടോക്കിയോയിലെത്തി ജാപ്പനീസ് നേതാക്കളെ കണ്ട് സഹായം തേടി. ജൂലൈ 4 സിംഗപ്പൂരിലെത്തിയ അദ്ദേഹത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആവേശത്തോടെ വരവേറ്റു. ദില്ലി ചലോ എന്ന് അവർ ആർത്തുവിളിച്ചു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃത്വം റാഷ് ബിഹാരി ബോസ് അദ്ദേഹത്തിന് കൈമാറി. ക്യാപ്റ്റൻ മോഹൻ സിംഗ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA-യുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ഇന്ത്യൻ ജനതയെ കോരിത്തെരിപ്പിച്ചു. ജയ് ഹിന്ദ് എന്ന അഭിവാദ്യം അദ്ദേഹം അവതരിപ്പിച്ചു. സ്ത്രീകളോടും പോരാട്ടത്തിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ റാണി ഓഫ് ഝാൻസി റെജിമെന്റ് രൂപീകരിച്ചു. സൈന്യം വളർന്നു. 60,000-ഓളം സൈനികർ ആസാദ് ഹിന്ദ് ഫൗജിൽ അണിനിരന്നു. 1943 ഒക്ടോബർ 21 അദ്ദേഹം സിംഗപ്പൂരിൽ ആസാദ് ഹിന്ദ് സർക്കാർ അഥവാ സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക സർക്കാർ പ്രഖ്യാപിച്ചു. സ്വയം രാഷ്ട്രത്തലവനും പ്രധാനമന്ത്രിയും യുദ്ധമന്ത്രിയുമായി. ജപ്പാൻ, ജർമ്മനി, ഇറ്റലി തുടങ്ങി 9 രാജ്യങ്ങൾ ഈ സർക്കാരിനെ അംഗീകരിച്ചു. ആസ്ഥാനം രംഗൂണിലേക്ക് മാറ്റി. ഇന്ത്യൻ ജനത അദ്ദേഹത്തെ നേതാജി എന്ന് വിളിച്ചു, പ്രിയപ്പെട്ട നേതാവ്. 1944 മാർച്ചിൽ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ സൈനിക മുന്നേറ്റങ്ങളിലൊന്ന് ആരംഭിച്ചു, ഇംഫാൽ ആക്രമണം. INA-യും ജാപ്പനീസ് സൈന്യത്തോടൊപ്പം ബർമയിൽ നിന്ന് മണിപ്പൂരിലേക്ക് നീങ്ങി. മാർച്ച് 18 മൊയിറാങ്ങിൽ ഇന്ത്യൻ മണ്ണിൽ ത്രിവർണ പതാക ഉയർത്തി. എന്നാൽ കാലവർഷം കനത്തതോടെ വിതരണ ശൃംഖലകൾ തകരുകയും ഭക്ഷണത്തിനും മരുന്നിനും ക്ഷാമം നേരിടുകയും ചെയ്തു. ഇതോടെ ജപ്പനീസ് സൈന്യം പിന്മാറാൻ തീരുമാനിച്ചു. കുറച്ചുകൂടി പിടിച്ചുനിന്നാൽ വിജയം സുനിശ്ചിതമാണെന്ന് സുഭാഷ് അഭ്യർത്ഥിച്ചെങ്കിലും അവർ പിൻവാങ്ങി. ഇതോടെ INA-ക്കും പിൻവാങ്ങേണ്ടി വന്നു. ആയിരക്കണക്കിന് സൈനികർക്ക് പട്ടിണി, രോഗങ്ങൾ എന്നിവയാൽ ജീവൻ നഷ്ടപ്പെട്ടു. 1945 ഏപ്രിലോടെ സ്ഥിതിഗതികൾ പ്രതികൂലമായി. ജർമ്മനി പതനത്തിന്റെ വക്കിലായിരുന്നു. ജപ്പാൻ പരാജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സൈനിക വിജയം അസാധ്യമാണെന്ന് സുഭാഷ് തിരിച്ചറിഞ്ഞു. എങ്കിലും അദ്ദേഹം പിൻവാങ്ങിയില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആയുധമെടുത്ത് പോരാടാൻ ഇന്ത്യക്കാർ തയ്യാറാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ INA-ക്ക് കഴിഞ്ഞു എന്നത് പരാജയത്തിലും വിജയമായി അദ്ദേഹം കണ്ടു. മേയിൽ ബ്രിട്ടീഷുകാർ റംഗൂൺ പിടിച്ചെടുത്തു. INA ബാങ്കോക്കിലേക്കും പിന്നീട് സൈഗോണിലേക്കും പിൻവാങ്ങി. ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങി. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. തന്റെ അവസാന ശ്രമം എന്ന നിലയിൽ റഷ്യയിലേക്ക് പോയി സോവിയറ്റ് യൂണിയന്റെ സഹായം തേടാൻ അദ്ദേഹം തീരുമാനിച്ചു. 1945 ഓഗസ്റ്റ് 17 ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ ദിവസം. സുഭാഷ് സൈഗോണിൽ നിന്ന് ടോക്കിയോയിലേക്ക് ഒരു ജപ്പാൻ വിമാനത്തിൽ യാത്ര തിരിച്ചു. വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി തായ്വാനിലെ തായ്ഹോക്കു, ഇപ്പോഴത്തെ തൈപ്പേയിൽ ഇറങ്ങി. ടേക്ക് ഓഫിന് ശേഷം ഏതാനും നിമിഷങ്ങൾക്കകം എഞ്ചിൻ തകരാറിലായി വിമാനം തകർന്നു വീണു. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം സുഭാഷിന് ഗുരുതരമായി പൊള്ളലേറ്റു. മണിക്കൂറുകൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. ശരീരം സംസ്കരിച്ച് ചിതാഭസ്മം ടോക്കിയോയിൽ റെങ്ങോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഈ വാർത്ത വിശ്വസിച്ചില്ല. തെളിവുകളിൽ പൊരുത്തമില്ലായ്മകളും സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. സുഭാഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന അഭ്യൂഹങ്ങൾ പരന്നു. ഇന്ത്യയിൽ 1945-46 നടന്ന INA വിചാരണകൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. ക്യാപ്റ്റൻ ഷാനവാസ് ഖാൻ, കേണൽ പ്രേംക സേഗൽ, കേണൽ ഗുർബക്ഷ് സിംഗ് എന്നിവർക്ക് ബ്രിട്ടീഷുകാർ ദേശദ്രോഹ കുറ്റം ചുമത്തി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വിചാരണ ചെയ്തു. എന്നാൽ ഇന്ത്യ അവർക്ക് വേണ്ടി ഒന്നടങ്കം ശബ്ദമുയർത്തി. അവർ ദേശദ്രോഹികളല്ല, സ്വാതന്ത്ര്യസമര സേനാനികളാണ് എന്ന് ജനം പ്രഖ്യാപിച്ചു. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടന്നു. ഇത് ഇന്ത്യൻ നാവികസേനയിൽ വരെ കലാപങ്ങൾക്ക് കാരണമായി. ഇതോടെ ഇന്ത്യയെ ഇനി കൈവശം വയ്ക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യമായി. സുഭാഷ് മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ INA ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പതനത്തിന് ആക്കം കൂട്ടി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. എന്നാൽ സുഭാഷിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത തുടരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് 3 അന്വേഷണ കമ്മീഷനുകളെ നിയമിച്ചു.
1956 ഷാനവാസ് കമ്മിറ്റി, 1970 GD ഖോസ്ല കമ്മീഷൻ, 1999 മുഖർജി കമ്മീഷൻ. ആദ്യത്തെ 2 കമ്മീഷനുകളും വിമാനാപകടത്തിൽ മരിച്ചു എന്ന വാദം സ്ഥിരീകരിച്ചപ്പോൾ വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്നതിന് തെളിവില്ല എന്ന് പ്രഖ്യാപിച്ച് മൂന്നാമത്തെ കമ്മീഷൻ അത് നിരസിച്ചു. അദ്ദേഹം ഗുംനാമി ബാബ എന്ന സന്യാസി ഫൈസാബാദിൽ ജീവിച്ചിരുന്നു എന്ന കഥകളും പ്രചരിച്ചു. 1985 ആ സന്യാസി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് സുഭാഷിന്റെ ഫോട്ടോകളും രേഖകളും കണ്ടെത്തിയിരുന്നു. അദ്ദേഹം സൈബീരിയൻ ജയിലുകളിൽ ഒരു സോവിയറ്റ് തടവുകാരനായിരുന്നോ എന്ന സിദ്ധാന്തങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നാർക്കും ഉറപ്പില്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സുഭാഷിന്റെ പാരമ്പര്യം സങ്കീർണമാണ്. അദ്ദേഹം ഗാന്ധിജിയുടെ അഹിംസയെ നിരാകരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധസമരം സംഘടിപ്പിക്കുകയും നാസികളോടും ജാപ്പനീസുകാരോടും കൈകോർക്കുകയും ചെയ്തു. വിമർശകർ അദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റ് സഹകാരിയായും സ്വേച്ഛാധിപതിയായും ചിത്രീകരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ ഒരു ധീരനായ ദേശസ്നേഹിയും സാഹസികനായ വിപ്ലവകാരിയുമായി വാഴ്ത്തുന്നു.